ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ എക്കോട്ട ഹോട്ടലിന് മുമ്പിലാണ് നിൽക്കുന്നത്. ഇതിന് ചുറ്റുമായി ഒരുപാട് കാഴ്ചകളും ഒരുപാട് കടകളും ഉണ്ട്. അപ്പോൾ നമുക്കത് കാണാൻ പോവാം. എക്കോട്ടൽ ഹോട്ടലിന് മുമ്പിലേക്ക് ഇറങ്ങി നിന്നാൽ കാണുന്ന കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, എക്കോട്ടൽ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ വലിയ ഹോട്ടൽ കാണാൻ പറ്റുന്നത്. അതാ നേരെ മുമ്പിലായിട്ട് കാണുന്നത് ആ ഹോട്ടലാണ്. 85 നിലയുള്ള ആ വലിയൊരു ടവർ പോലത്തെ ഒരു ഹോട്ടൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ? ആ നേരെ മുന്നിൽ കാണുന്നത് ആ ഹോട്ടലാണ്. ഇവിടെ നിന്ന് നേരെ മുൻപോട്ട് നോക്കിയാൽ ആ ഹോട്ടൽ കാണാം. എന്താ കാണുന്ന ടവർ, ആ ഹോട്ടലാണ് കാണുന്നത്. ഇത് ഇവിടുന്ന് ഇനി അങ്ങോട്ട് സൈഡിലോട്ട് പോകുന്നു. അതിലൂടെയാണ് ആ ഇൻട്രാ സ്ക്വയറിൻ്റെ വഴിയിലോട്ട് നേരെ അങ്ങ് പോയാൽ ഇൻട്രാ സ്ക്വയറിൻ്റെ ഭാഗത്താണ് ചെന്ന് കയറുക. ഇപ്പം ഈ ഭാഗത്തെല്ലാം നിറയെ ചെറിയ ചെറിയ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ചെറിയ കടകളും ഒക്കെ ഉണ്ട്. ആ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. ഇത് നേരെ ഹോട്ടലിൽ നേരെ താഴെയുള്ള കെട്ടിടമാണ്. ഇവിടെയും ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും വെജ് റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. ഇവിടെ പുറത്തിരുന്നും ഭക്ഷണം കഴിക്കാം, അകത്തിരുന്നും കഴിക്കാം. പുറത്ത് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ പുറത്താരും ഇരിക്കുന്നില്ല, എല്ലാം അകത്താണ് ഇരിക്കുന്നത്. ചൂടില്ലാത്ത സമയത്ത് ഇവിടെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതാ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെ ഫുഡുകൾ ഇവിടെ കിട്ടും. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കിട്ടും ഇവിടെ. നോർത്ത് ഇന്ത്യൻ പനീർ ഐറ്റംസ്, നോർത്ത് ഇന്ത്യൻ ഐറ്റംസ്, സൗത്ത് ഇന്ത്യൻ ഐറ്റംസ് എല്ലാം കിട്ടും. നോ സർവീസ് ചാർജ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. രാധാകൃഷ്ണ വെജ് റെസ്റ്റോറൻ്റ് ആണ്, പ്യുവർ വെജ് റെസ്റ്റോറൻ്റ് ആണ്. ഈ ഭാഗത്ത് അങ്ങോട്ടും ഒരുപാട് കടകളുണ്ട്, ഇതുപോലുള്ള റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. ഈ വശവും നടന്നു നോക്കാൻ ഇവിടെ ഒരു ചാങ്സ്യാം ഇൻ എന്ന് പറയുന്നത്, അതുകൊണ്ട് മ്യാൻമാർ ഒരു പ്രതീതിയുണ്ട്. മ്യാൻമാറിൽ നിന്നുള്ളതാണെന്ന് തോന്നുന്നത്. ഈ ഭാഗത്ത് കാണുന്നൊരു കട കണ്ടോ? പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിരുന്ന ഒരു സാധാ ഒരു പലചരക്ക് കട പോലെ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിദൂര സാദൃശ്യമുണ്ട് കൊട്ടയ്ക്കും വട്ടിക്കും ഒക്കെ. പൂജാ സാധനങ്ങളും സ്റ്റേഷനറികളൊക്കെ അടങ്ങിയ പഴയ നമ്മുടെ നാട്ടിൻ പുറത്തെ എല്ലാം കൂടെ അടങ്ങിയ ഒരു കടയിലേക്ക് നോക്കുന്ന ഒരു പ്രതീതി. പണ്ട് എല്ലാം കിട്ടുന്ന കടകളുണ്ടാകുമല്ലോ, അതുപോലത്തെ ഒരു പ്രതീതിയുണ്ട് ഈ കടയിൽ നോക്കുമ്പോൾ. വലിയ സഞ്ചികൾ. അതിലും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഒരു തരം അടുപ്പാണിത്. അതായത് കനലിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടുപ്പ്. തൂക്കിയെടുത്ത് ബക്കറ്റ് പോലെ തൂക്കിയെടുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുകയും ചെയ്യാം. കനലിട്ടിട്ട് അതിൻ്റെ ചാരം മുഴുവൻ താഴെ പോയി കിടക്കും. മുകളിൽ വയ്ക്കുന്ന പാത്രങ്ങൾ മുഴുവൻ ചൂടായിരിക്കും. 2-3 സൈസ് ഉണ്ട്. ഇത് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു, വാങ്ങിച്ചോണ്ട് കൊണ്ടുപോകായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. നല്ല അടുപ്പ്. ചന്ദനത്തിരികളുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ വിൽക്കുന്ന ഒരു കട. ഇത് ബാങ്കോക്കിലാന്ന് കണ്ടതാണ് എനിക്ക് അതിശയം. ഞാൻ ഇങ്ങനെ ഒരു കട ഒരിക്കലും ബാങ്കോക്കിൽ പ്രതീക്ഷിച്ചതേ ഇല്ല. എല്ലാം മോസ്റ്റ് മോഡേൺ ആയിരിക്കാമെന്ന് വെച്ചു. പക്ഷേ ഇത് ബാങ്കോക്ക് നഗരത്തിലുള്ള ഒരു പഴയ കെട്ടിടമാണ്. ഇച്ചിരിയൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ചൈനീസ് ടെമ്പിൾ ഉണ്ട് കേട്ടോ. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു ചൈനീസ് മാതൃകയിലുള്ള അമ്പലമാണ്. പുറകിലൊരു മൊണാസ്ട്രിയുടെ ഇതൊക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല, പക്ഷെ ഇപ്പോൾ ഇത് അടഞ്ഞു കിടക്കുകയാണ്. ഒരു ചൈനീസ് രീതിയിലുള്ള ഒരു ക്ഷേത്രം. ആ രീതികളും അവിടെ ആട്ടങ്ങളും മുഖങ്ങളും ഒക്കെ അതുപോലെയാണ്. പിന്നെ തെരുവിലേക്ക് ഇറങ്ങിയാൽ ഇതാണ് അവസ്ഥ. അത് കണ്ടു നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഹോളിയൊക്കെ ആഘോഷിക്കുന്ന പോലെയാണ് ഇവിടെ സോങ്ക്രാൻ ഫെസ്റ്റ് ആഘോഷിക്കുന്നത്. ഈ സോങ്ക്രാൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ 3 ദിവസമുള്ള ഒരു ആചാരമാണ്. വെള്ളം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞവർ ആഘോഷിക്കുകയാണിത്. അതായത് ഒരു വർഷം കഴിഞ്ഞ് പുതിയ ന്യൂ ഇയറിന് വെള്ളം ഒഴിച്ച് ചീത്ത ഇതെല്ലാം കളഞ്ഞ് പുതിയ ന്യൂ ഇയറിന് സ്വീകരിക്കുന്ന ഒരു ആഘോഷമാണ് ഈ സോങ്ക്രാൻ ഫെസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വഴിയിൽ കൂടെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. എവിടേക്കൊക്കെയാണ് വെള്ളം വരുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. ഈ ഫോണും കൊണ്ട് വീഡിയോ എടുക്കാൻ ഇറങ്ങിയിട്ട് ഇതിപ്പോൾ നനഞ്ഞ് കുളിക്കേണ്ട അവസ്ഥയാണ്. ഒരു വീട് ഇത്ര നേരമായിട്ട് രക്ഷപ്പെട്ട് നിൽക്കുക. വണ്ടികളിൽ നടക്കുന്നവരും ഇറങ്ങുന്നില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ നടന്നു പോയാൽ ചിലപ്പോൾ അറിയില്ല. ചിലർ ഈ വെള്ളം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, ദേഹത്തൊക്കെ വീഴുന്നുണ്ട്. പിന്നെ ഈ ചൂടത്ത് വെള്ളം വീഴുന്നവർ സുഖമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെയും ദേഹം മൊത്തം നനഞ്ഞ് കുളിക്കും. എനിക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതുകൊണ്ട് ഞാൻ വേറൊരു വഴിയൂടെ പോകാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ നിന്ന് നോക്കുവാണ് ഏത് വഴി രക്ഷപ്പെടാൻ പറ്റുമെന്ന്. എല്ലായിടവും ആളുകൾ ഇതേപോലെ വെള്ളവും കൊണ്ടാണ് നിൽക്കുന്നത്. ഇനി ഇത് കാണാനുള്ളൊരു കൗതുകം കൊണ്ടും കൂടാണ് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത്. അവരെപ്പോഴാണ് എടുത്ത് വെള്ളം കോരി ദേഹത്തൊഴിക്കാമെന്നറിയില്ല.
അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച പോലെ നടന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ഓരോ തെരുവിലും ഇതേപോലെ വെള്ളം പൈപ്പിലടക്കം ചീറ്റിക്കൊണ്ടിരിക്കുക, കുപ്പിയിലും ഇതുപോലെ ഇതിലും. പിന്നെ എന്തോ ഒരു ക്രീം പോലെ ഇത് മുഖത്തൊക്കെ അങ്ങോട്ട് പരസ്പരം തേക്കുന്നുമുണ്ട് അവർ. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇച്ചിരി മാറി ഇങ്ങോട്ട് മാറി കുറച്ച് വീഡിയോസ് എടുക്കുവാണ്. ഇതിപ്പോൾ ഇൻട്രാ സ്ക്വയറിന് മുൻവശത്തുള്ള ഒരു പാലമാണ് കേട്ടോ. ഇത് സംക്രാന്തി ഫെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ തിരക്കുണ്ട്. ബസ്സിലൊക്കെ നല്ല ഇടിയായതുകൊണ്ട് ബസ് കയറി ഇപ്പം എങ്ങും പോകാൻ പറ്റുമെന്നും തോന്നുന്നില്ല, നല്ല തിരക്കുണ്ട്. പിന്നെ ടാക്സിക്കൊക്കെ നല്ല ചാർജാണ് ഇപ്പോൾ പറയുന്നത്. നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ നല്ല ചാർജ് പറയുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഈ ഫ്ലൈ ഓവർ കയറി അപ്പുറത്ത് ഇറങ്ങി നോക്കാം. ഇതേപോലെ വഴികളിലൊന്നും ഇതേപോലെ വെള്ളം എറിയുന്ന ആൾക്കാരില്ലെങ്കിൽ എടുത്ത് നോക്കാം. അതായത് ഈ പാലത്തിൽ കയറുമ്പോൾ കാണുന്ന ഇൻട്രാ സ്ക്വയറിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇൻട്രാ സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ് വശമുള്ള കാഴ്ചയാണിത്. ഇവിടെ ഒരു 7-Eleven കാണുന്നുണ്ട്. ഇറങ്ങി അപ്പുറത്ത് പോയൊരു കോഫി കുടിക്കണം. ഇതുവഴി കയറി അപ്പുറത്ത് ഇറങ്ങാമെന്ന് ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഇൻട്രാ സ്ക്വയറിൻ്റെ അവിടെ നിന്ന് കാണുന്ന ആ ഭാഗമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വശത്തായിട്ടാണ് ഇന്നലെ നമ്മൾ കണ്ട അതിൻ്റെ പുറകുവശത്തായിട്ടാണ് ഇന്നലെ നമ്മൾ കണ്ട സ്റ്റാളും മാർക്കറ്റ് സൈഡും ഒക്കെ ഉള്ളത്. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാനുള്ള ബസ്സും കിട്ടും. ഇനി നോക്കി നമ്പർ നോക്കിയാണ് ഇവിടെ ബസ്സുകളിൽ കയറാനും ഇറങ്ങാനും പറ്റുന്നത്. പിന്നെ ഇനി വൈകിട്ട് ചൈന ടൗൺ, ലോകത്തെ ഏറ്റവും വലിയ ചൈന ടൗണിൽ പോകണമെന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.